ടി.പി. സെൻകുമാർ, അന്വേഷണം മുന്നോട്ടു പോകുന്നു, കൂടുതൽ ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. SITക്ക് മേൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ടോ? ഇനി അവർ അത്തരമൊരു സമ്മർദ്ദമുണ്ടായാൽ തന്നെ അതിൽ വശംവദരാകാം എന്നും കരുതാമോ? SITക്ക് വേഗത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് സൂചിപ്പിച്ചത്. അതുപോലെ ചില സമയത്ത് അന്വേഷണം ആവശ്യത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്നും കോടതിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒപ്പീനിയൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വളരെ സാധാരണക്കാരനായ ഒരാൾ എങ്ങനെയാണ് ഇത്തരം വലിയ ആളുകളുടെ അടുത്തെത്തിയതും അവരുടെ സാമീപ്യം കിട്ടാനിടയാക്കിയതും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് എല്ലായിടത്തും കാണുന്നത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭരണ നേതൃത്വങ്ങളുടെ ആളായി മാറിയത് എന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ SITക്ക് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാനും, മാത്രമല്ല സ്വതന്ത്രമായി അന്വേഷിച്ചാൽ മാത്രം പോരാ, അത് ഉത്തരവാദിത്തം കോടതിയോട് മാത്രമായിരിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം പോലീസിലൊക്കെ പൊതുവെ ആയിട്ട് ഒരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് പോലീസിലായിരിക്കും അതിൻ്റെ മാറ്റം ഏറ്റവും പെട്ടെന്ന് അനുഭവപ്പെടുക. ആ മാറ്റം എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റം വരുമ്പോൾ, ഞങ്ങളൊക്കെ സർവീസിലുണ്ടായിരുന്ന സമയത്ത് പലരെയും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു പ്രമുഖ IAS ഓഫീസർ, ഇതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്ന ഒരു IAS ഓഫീസർ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ഒരു പ്രമുഖ നേതാവിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ഈ ഗവൺമെൻറ് ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാനം നിന്നിട്ട് ഉപദ്രവിക്കുന്നത് ആയിട്ട് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൂചന അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഉടനെ നിറം മാറുന്ന വളരെയധികം ഓഫീസേഴ്സും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു സന്നിഗ്ധാവസ്ഥയാണ്. കാരണം അടുത്ത ഇലക്ഷനിൽ ആര് വരുന്നു എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സന്നിഗ്ധാവസ്ഥയിൽ സാധാരണ രീതിയിൽ ഉള്ളതുപോലെ പോകാനായിട്ടാണ് ശ്രമിക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ ആരാണ് ഇനി അധികാരത്തിൽ വരണത്, ആരെയാണ് ഇനി കീഴടങ്ങി ജീവിക്കേണ്ടത് എന്ന് അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയുള്ള കാലം ഒരു മെയ് എൻഡ് വരെയെങ്കിലും SIT സാമാന്യം ശരിയായിട്ട് തന്നെ അന്വേഷിക്കും. അതുകൊണ്ടാണ് കൂടുതൽ പ്രമുഖരായിട്ട് സ്വാധീനത്തിന് വശംവദരായ ചിലരെ അതിൽ തള്ളിക്കയറ്റാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കോടതി തന്നെ സൂപ്പർവൈസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോടതി അവധിയിലാണ്. 5-ാം തീയതിയോടുകൂടി തുറക്കുകയും പുതിയ ഈ ദേവസ്വം ബെഞ്ച് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പരിശോധിക്കാൻ ഇടയാകും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണം വേഗത കുറച്ചുകൂടി കൂടണം. കാരണം ഇത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, അതുപോലെ ഈ സ്വർണമൊക്കെ എവിടത്തെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഒരു എക്സാമിനേഷനിൽ സാധ്യമാണോ എളുപ്പത്തിലെന്ന് എനിക്ക് അറിയില്ല. കാരണം അത് വേർതിരിച്ചെടുത്ത് ഉരുക്കി കഴിഞ്ഞാൽ പലപ്പോഴും കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ ഇൻഗോട്ട്സ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് കണ്ടെത്തുക, എവിടെ നിന്ന് വന്നതാണെന്ന്, അല്ലെങ്കിൽ എവിടെ പോയി എന്നുള്ളത് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെയുള്ള സ്വർണത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ പൂശിയിരുന്നതിന് അല്ലെങ്കിൽ പ്ലേറ്റിനൊരു പർട്ടിക്കുലർ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷേ അത് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടെത്താൻ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ആ വഴിക്ക് എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് SITയുടെ മേലെ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനും അതുപോലെ അവരത് വഴി കൺട്രോൾ ചെയ്യാനുമുള്ള സംവിധാനങ്ങളുണ്ടാകും. ആ സംവിധാനങ്ങൾക്ക് ഉപരിയായിട്ട്
മാധ്യമങ്ങളും ജനങ്ങളും ഭക്തജനങ്ങളും ഒരുമിച്ച് നിന്ന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികളെ കണ്ടെത്തുകയും ഈ കണ്ടെത്തുന്ന നടപടികൾക്ക് വേഗത കൂട്ടുകയും വേണം. അതല്ലെങ്കിൽ ഇത് വീണ്ടും എന്താ പറയുന്നത്, തെളിവുകളൊക്കെ ഇല്ലാതായി പോകാനും ആ കിട്ടേണ്ട തെളിവുകൾ സമയത്തിന് കിട്ടാതിരിക്കാനും ഒക്കെ ഇടയുണ്ടാവും. ഇനിയിപ്പോൾ 90 ദിവസത്തിനുള്ളിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബെയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികമുണ്ട്. എനിക്ക് തോന്നുന്നത് SIT ഇപ്പോൾ ഈ പറയുന്ന സന്നിഗ്ധാവസ്ഥയിൽ, കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ഇനി അസംബ്ലി ഇലക്ഷൻ വരെയുള്ള കാലഘട്ടത്തിലെങ്കിലും എന്താ പറയുന്നത്, ആരോടും അത്ര വിധേയത്വം കാണിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വേഗത കൂട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതി കുറച്ചുകൂടി സമ്മർദ്ദം വിട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ വേഗത കൂടും. അവർക്ക് ഇത്തരം കാര്യങ്ങൾ എവിടെ എന്തുകൊണ്ടാണ് ഇത്ര വ്യാപകമായ രീതിയിൽ പോയത്, എന്നു മുതലാണ് ഇത് സംഭവിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനുള്ള സാഹചര്യം ഏത് സമയത്താണ് സംജാതമാക്കി കൊടുത്തത്, അതിനു മുമ്പ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, മറ്റ് വിഗ്രഹങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, അതുപോലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഉരുക്കി സ്വർണം വിൽക്കുന്നതല്ലാതെ മറ്റ് ആൻറ്റിക് വാല്യൂ എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങളുടെ കച്ചവടം നടത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതും വേഗത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള, ഇപ്പം ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല ഇതിൽ, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമാന്യ നിലയിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഹയറായിട്ടുള്ള രാഷ്ട്രീയ ഭരണതലത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നതിന് എങ്ങനെയാണ് സാധിച്ചത് എന്നുള്ള കാര്യം വളരെ ദുരൂഹമാണ്. അത് പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്.